തൃശൂർ നെന്മണിക്കര മടവാക്കരയിൽ വയോധികൻ മരിച്ച സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തി. പുലിയടത്തുപറമ്പിൽ കൃഷ്ണനാണ് മരിച്ചത്. കൃഷ്ണനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ മകൻ രാധാകൃഷ്ണൻ അറസ്റ്റിലായിട്ടുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേരുന്നത്. സാനു, സ്വത്ത് തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് ഈ മകൻ രാധാകൃഷ്ണൻ അറസ്റ്റിലായതിനു ശേഷം പറയുന്നത്? പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിശദീകരണമാണ് നൽകുന്നത്? സാനു. അതിന് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് വീട്ടിനുള്ളിൽ ഇത്തരത്തിൽ മൃതദേഹം കാണപ്പെടുന്നത്. തൃശൂർ നെന്മണിക്കര മടവാക്കരയിൽ തനിച്ച് താമസിക്കുന്ന വയോധികനായിട്ടുള്ള കൃഷ്ണൻ, 89 വയസ്സുണ്ട്, ആളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇദ്ദേഹവുമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ സാധിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാരാണ് മറ്റൊരു മകനെ ഈ ഒരു വിവരം അറിയിക്കുന്നത്. മകൻ മുരളീധരൻ മടവാക്കരയിലെ ബന്ധുക്കളെയും അതേപോലെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവരെത്തി വീട് തുറന്നു നോക്കുമ്പോഴേക്കുമാണ് ഭിത്തിയോട് ചേർന്ന് കട്ടിലിൽ ചാരിയിരിക്കുന്ന നിലയിൽ ഈ മൃതദേഹം കാണുന്നത്. 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് നൽകുന്ന വിവരം. ഒപ്പം തന്നെ പോലീസ് പറയുന്ന മറ്റൊരു കാര്യം, സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്ക് തർക്കത്തിനൊടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം, ദാരുണമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത്. തലയ്ക്ക് പിന്നിൽ ചെവിയോട് ചേർന്ന് ഏറ്റിട്ടുള്ള ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. ഒപ്പം തന്നെ രക്തം വാർന്നാണ് മരണപ്പെട്ടിട്ടുള്ളതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. വീടിന്റെ മുൻവാതിൽ പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയായിരുന്നു. കൊലപാതകം നടത്തിയതിനു ശേഷം മകനായിട്ടുള്ള രാധാകൃഷ്ണൻ വീടിന്റെ മുകൾ നിലയിലെ ഡോറ് തുറന്ന് ആ വഴിയിലൂടെ രക്ഷപ്പെട്ടു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അത് കൊലപാതകമെന്ന് ഉറപ്പിക്കുന്നു. ഒപ്പം തന്നെ മകനെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ മകൻ എന്തിനാണ്, ഏത് തരത്തിലുള്ള സംഭാഷണങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മറ്റു മക്കളെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അതിലൊരു വ്യക്തത വരുത്താനാണ് പോലീസിന്റെ തീരുമാനം. ശരി സാനു, അതായത് ഈ കുടുംബങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന സ്വത്ത് തർക്കം അത് പലപ്പോഴും വലിയ കയ്യാങ്കളികളിലും ഇതുപോലെയുള്ള കൊലപാതകങ്ങളിലും ഒക്കെ കലാശിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് തൃശൂരിലെ ഈ വയോധികന്റെ കൊലപാതകം.